use greater than or less than or equal in each of the following expression to compare them. Can you do it without complicated calculations? Explain your thinking in each cases. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസിന് ഈ 3 സൈനിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യണം. നമ്മളോട് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ഇല്ലാതെ ചെയ്യാൻ കഴിയുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ രാജാടെയും ജോയിയുടെയും എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ രണ്ട് എക്സാമ്പിൾസ് ചെയ്തല്ലേ. അതേ മെത്തേഡിൽ തന്നെ നമുക്കിതൊന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 245 പ്ലസ് 289, 246 പ്ലസ് 285. അപ്പോൾ ഇത് നമുക്ക് രാജാടെ എടുക്കാം, ഇത് നമുക്ക് ജോയിയുടെ ആയിട്ട് എടുക്കാം. അപ്പോൾ രാജാടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 245 മാർബിൾസ് ആണ്, ജോയിയുടെ കയ്യിൽ 246 മാർബിൾസും. അപ്പോൾ രാജാടെ കയ്യിലുള്ളതിനെക്കാട്ടിൽ ഒരു മാർബിൾ കൂടുതൽ ആരുടെ കയ്യിലുണ്ട്? ജോയിയുടെ കയ്യിലുണ്ട്. രാജായ്ക്ക് വീണ്ടും 289 മാർബിൾസ് കിട്ടി, ജോയിക്ക് 285 മാർബിൾസും കിട്ടി. അപ്പോൾ ഇവിടെ ആർക്കാണ് കൂടുതൽ കിട്ടിയത്? രാജായ്ക്ക്. ഇവിടെ 285 ആണ്. അപ്പോൾ 285 പ്ലസ് 4 ആണ് 289. അതായത് ജോയിക്ക് കിട്ടിയതിനെക്കാട്ടിൽ 4 മാർബിൾസ് കൂടുതൽ ആർക്ക് കിട്ടി? രാജായ്ക്ക് കിട്ടി അല്ലേ. ആദ്യം ആർക്കായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്? ജോയിക്കായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്, ഒരു മാർബിൾ കൂടുതൽ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത് കിട്ടിയപ്പോൾ രാജായ്ക്ക് 4 മാർബിൾസ് കൂടുതൽ കിട്ടി. അപ്പോൾ ആർക്കാണ് മാർബിൾസ് കൂടുതലുള്ളത്? രാജായ്ക്കാണ് മാർബിൾസ് കൂടുതലുള്ളത്. അതുകൊണ്ട് നമുക്കിതിനെ 245 പ്ലസ് 289 ഗ്രേറ്റർ ദാൻ 246 പ്ലസ് 285 എന്ന് എഴുതാം. ഇനി അടുത്തത് നോക്കിയാൽ 273 മൈനസ് 145, 272 മൈനസ് 144. അപ്പോൾ രാജായുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് 273 മാർബിൾസ് ആയിരുന്നു, ജോയിയുടെ കയ്യിൽ 272 മാർബിൾസ് ആയിരുന്നു. അപ്പോൾ രാജായ്ക്ക് ജോയിയെക്കാട്ടിൽ 1 മാർബിൾ കൂടുതൽ ഉണ്ടായിരുന്നു. ഇവിടെ സബ്ട്രാക്ഷൻ ആണ്, അതുകൊണ്ട് ഇവിടെ എന്താണ്? ലോസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാജായ്ക്ക് ഈ 273ൽ നിന്ന് 145 മാർബിൾസ് ലോസ് ആയി, ജോയിക്ക് 144 മാർബിൾസേ ലോസ് ആയുള്ളൂ. അപ്പോൾ ലോസ് ആയപ്പോഴും ആർക്കാ കൂടുതൽ ലോസ് ആയത്? രാജായ്ക്കാണ് കൂടുതൽ ലോസ് ആയത്. ആദ്യം രാജായ്ക്കായിരുന്നു 1 മാർബിൾ കൂടുതൽ ഉണ്ടായിരുന്നത്. ആ 1 മാർബിൾ കൂടുതൽ ലോസ് ആയതും ആർക്ക് തന്നെയാണ്? രാജായ്ക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ആയി അല്ലേ. ഒന്ന് കൂടുതൽ ഉണ്ടായിരുന്നു, ആ ഒന്ന് ലോസ് ആവുകയും ചെയ്തു. അപ്പോൾ രണ്ടും ഈക്വൽ ആയിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഏത് സൈനാണ്? ഈക്വൽ സൈനാണ്. അടുത്തത് ഇവിടെ 364ഉം 363ഉം. അപ്പോൾ ആർക്കാണ് കൂടുതലുള്ളത്? ഇവിടെ നമുക്ക് രാജായ്ക്കാണ് 1 കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ രാജാ ജോയിന്നൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എക്സാമ്പിൾ എടുത്ത് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ 364 ഉണ്ടായിരുന്നത് രാജായ്ക്കാണ്, ജോയിയെക്കാട്ടിൽ 1 കൂടുതലാണ്. വീണ്ടും കിട്ടിയപ്പോൾ 587 ആണ് രാജായ്ക്ക് കിട്ടിയത്, 589 ജോയിക്ക് കിട്ടി. ജോയിക്ക് 2 കൂടുതൽ കിട്ടി അല്ലേ. ഇവിടെ ആദ്യം രാജായ്ക്ക് 1 കൂടുതലുള്ളായിരുന്നു ജോയിയെക്കാട്ടിൽ. രണ്ടാമത് വീണ്ടും മാർബിൾസ് കിട്ടിയപ്പോൾ ആർക്ക് കൂടുതൽ കിട്ടി? ജോയിക്ക് 2 കൂടുതൽ കിട്ടി. അപ്പോൾ ഇവിടെ 1 കൂടുതലുള്ളായിരുന്നു, വീണ്ടും കിട്ടിയപ്പോൾ ജോയിക്ക് 2 കൂടുതൽ കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ ആർക്കാണ് കൂടുതലുള്ളത്? ജോയിക്കാണ് കൂടുതലുള്ളത്. അടുത്തത് രാജായ്ക്ക് 124 മാർബിൾസ്, ജോയിക്ക് 129 മാർബിൾസ്. അപ്പോൾ ജോയിക്ക് 5 മാർബിൾസ് ഇവിടെ കൂടുതലുണ്ട്. രണ്ടാമത് കിട്ടിയപ്പോൾ 2 പേർക്കും ഈക്വൽ ആയിട്ടാണ് 245 വെച്ചിട്ടാണ് കിട്ടിയത്. അപ്പോൾ ആർക്കാണ് ഇവിടെ കൂടുതൽ? ജോയിക്കാണ് കൂടുതൽ. ഓക്കെ, ഇനി അടുത്തത് രാജായ്ക്ക് 113 മാർബിൾസ് ഉണ്ടായിരുന്നു, ജോയിക്ക് 214 മാർബിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജോയിക്ക് 1 മാർബിൾ ഇവിടെ കൂടുതലുണ്ടായിരുന്നു. ലോസ് ആയപ്പോൾ രാജായ്ക്ക് 77 മാർബിൾസ് ലോസ് ആയി, ജോയിക്ക് 76 മാർബിൾസേ ലോസ് ആയുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ കുറവുണ്ടായിരുന്നത് രാജായ്ക്കായിരുന്നു, കൂടുതൽ നഷ്ടപ്പെട്ടതും രാജായ്ക്കാണ്. ഇവിടെ വരുമ്പോൾ ജോയിക്ക് രാജായെക്കാട്ടിൽ 1 കൂടുതലുണ്ടായിരുന്നു, നഷ്ടപ്പെടുമ്പോൾ രാജായെക്കാട്ടിൽ കുറവേ നഷ്ടപ്പെട്ടുള്ളൂ. അപ്പം ആർക്കാണ് നഷ്ടം കൂടുതൽ? രാജായ്ക്കാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഗ്രേറ്റർ? ജോയിയുടേതാണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത്.
അപ്പോൾ നമുക്ക് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ എടുത്ത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.